അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ആലിമീങ്ങളെന്ന് അവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, പണ്ടുള്ളവർക്ക് അതിന്റെ വിലയറിയാമായിരുന്നു. ആലിമിന്റെ മഹത്വം എന്താണ്, ഒരു പണ്ഡിതന്റെ മഹത്വം എന്താണ്, ഒരു ഹാഫിലിന്റെ മഹത്വം എന്താണ്, ഒരു മുത്തഅല്ലിമിന്റെ മഹത്വം എന്താണ്, ഇത് പഴയ തലമുറകൾക്ക് അറിയുമായിരുന്നു. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുമായിരുന്നു, ഒരു കുടുംബത്തിൽ ഒരു ആലിമ്, ഒരു കുടുംബത്തിൽ ഒരു ഹാഫിദ്. എന്റെ പ്രിയമുള്ളവരെ, പക്ഷേ ഇന്നില്ലാതെ പോകുകയാണ്. ആലിമീങ്ങളുടെ മരണമുണ്ടല്ലോ, ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമോ? ആലിമീങ്ങളുടെ മരണം ലോകത്തിന്റെ അവസാനത്തെ അടയാളമോ? ഈ ലോകം തകർന്നു വീഴാ പോകുന്നതിന്റെ അടയാളമാണ് ആലിമീങ്ങളുടെ മരണമെന്ന് മുത്തുനബി അവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, ആലിമീങ്ങളുടെ മഹത്വം നമുക്ക് നമ്മളിൽ പലർക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പണ്ഡിതന്മാരുടെ വില നമ്മളിൽ പലർക്കുമെന്നറിയാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആലിമീങ്ങളുടെ മഹത്വം പറയുന്നില്ല, ഒരു ചരിത്രം ഞാൻ പറയാ. അഹ്മദ് ദൈലാനി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെ നിന്നൊരു സംഭവം പറയുകയാണ്. ഒരു സംഭവം പറയുകയാണ്. ഒരു നാട്ടില് മഴയില്ല, ഒരു നാട്ടില് വെള്ളമില്ല, ജനങ്ങളെല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്. അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണ്. എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടൂ. എന്നിട്ട് എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹ് ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്തു കഴിഞ്ഞു, പക്ഷേ മഴ വരുന്നില്ല. അവിടെ അല്ലാഹു മഴ കൊടുക്കുന്നില്ല. ജനങ്ങൾ മുഴുവനും വല്ലാത്ത പ്രയാസത്തിലാണ്. എല്ലാവരും ദുഃഖിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാ. ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാണ്. ജനങ്ങൾ മുഴുവനും ദുഃഖത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോ അവിടെ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രയാസം, എന്താണ്? അവിടെ പറഞ്ഞു, ഞങ്ങൾ മുഴുവനും മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹു ഞങ്ങൾക്ക് മഴ നൽകിയില്ല. അത് കാരണമാണ് ഞങ്ങൾ പ്രയാസത്തിൽ നിൽക്കുന്നത്. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. എല്ലാവരും പ്രയാസത്തിലാണെന്ന് പറയുമ്പോ ഈ മനുഷ്യൻ ചെയ്തത് എന്തെന്നറിയുമോ? രണ്ട് കൈയും ഉയർത്തുകയാണ്. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുകയാ, അല്ലാഹുമ്മ ബിഹഖി മാ ഫീ റഅസി, തമ്പുരാനേ, എന്റെ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട്, എന്റെ ഈ രണ്ട് കണ്ണുണ്ടല്ലോ, ഈ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് ഈ നാട്ടുകാർക്ക് നീ മഴ കൊടുക്കണേ അല്ലാഹ്. അവിടുന്ന് ദുആ ചെയ്യുകയാ, അവിടുന്ന് ദുആ ചെയ്യുകയാ. ആ മനുഷ്യനങ്ങ് ദുആ ചെയ്ത് തീരേണ്ട താമസമുണ്ടല്ലോ. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. ആ മനുഷ്യന്റെ ദുആ അങ്ങ് തീരേണ്ട താമസം ആകാശത്ത് നിന്ന് മഴയങ്ങ് പെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ജനങ്ങൾ ചോദിക്കുകയാ, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്ത്? എന്താ എന്തേ നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്ത്? എന്ത്? ഈ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ടാണ് അല്ലാഹു മഴ നൽകിയത്. ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, അദാനി ഐനാനി റഅയ്തു യസീദൽ ബിസ്താമി. യസീദുൽ ബിസ്താമി, യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന താബീങ്ങളിൽപ്പെട്ട ഒരു പണ്ഡിതനുണ്ടല്ലോ. ആ മനുഷ്യനെ കണ്ട കണ്ണാ, ഒരു ആലിമിനെ കണ്ട, ഒരു പണ്ഡിതനെ കണ്ട കണ്ണാണ്. ഈ കണ്ണുകൊണ്ട് ഞാനൊരു പണ്ഡിതനെ കണ്ടിട്ടുണ്ട്, ഞാനൊരു മഹാനെ കണ്ടിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഈ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് തരണേ എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്നത് പടച്ചറബെനിക്ക് തരുമെന്ന് ആ മനുഷ്യൻ പറഞ്ഞതായി ചരിത്രം പറയുമ്പോ
ആലിമിനെ കണ്ട ഒരു മനുഷ്യനുണ്ടല്ലോ, ആലിമിനെ കണ്ട ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ ദുആയിക്ക് പോലും ഇജാബത്തുണ്ടെന്ന് ചരിത്രം പറയുമ്പോ അതുകൊണ്ടാണ് സഹോദരാ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പള്ളിപ്പറമ്പിലെ കബറാളികളുണ്ടല്ലോ അവരാഗ്രഹിക്കുമല്ലാ ഒരു ആലിമ് പള്ളിപ്പറമ്പിലേക്കൊന്ന് കടന്നു വന്നിരുന്നെങ്കിലോ, ഒരു ഉസ്താദുണ്ടല്ലോ പള്ളിപ്പറമ്പിലേക്കൊന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. കബറാളികളെ കൊതിക്കുമെന്ന, കബറാളികൾ ആഗ്രഹിക്കുമെന്ന കാരണം എന്തെന്നറിയുവോ? ഒരു ആലിമ് പള്ളിപ്പറമ്പിൽ പോയാൽ ആലിമിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു കബറാളികൾക്ക് പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആലിം എന്ന് പറഞ്ഞാൽ അതാ. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആലിമിനെ കണ്ട ഒരു മനുഷ്യൻ അള്ളാഹിനോട് ദുആ ചെയ്തു, അല്ലാ ഈ കണ്ണുകൊണ്ട് ഞാനൊരു ആലിമിനെ കണ്ടിട്ടുണ്ട് പടച്ചവനെ, ഒരു പണ്ഡിതനെ കണ്ടിട്ടുണ്ട് പടച്ചവനെ, അല്ലാഹുവേ ഈ നാട്ടുകാർക്ക് നീ മഴ കൊടുക്ക്. ദുആ ചെയ്ത് തീരേണ്ട താമസം മഴ കിട്ടി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ആലിമിനെ കണ്ടവൻ ഇത്ര മഹത്വമുണ്ടെങ്കിൽ ആലിമിന്റെ മഹത്വം എന്തായിരിക്കും? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പഴയ തലമുറയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാ വീട്ടിൽ അത്തായി അമ്മായും പഴയ ആൾക്കാരൊക്കെ വാപ്പായും ഉമ്മായും പറയും കുടുംബത്തിൽ ഒരു ഉസ്താദ് വേണം. പണ്ടുള്ള വാപ്പമാര് പറയും നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരാളുണ്ടാകണം. അങ്ങനെ വെച്ചിട്ടാ പണ്ടൊക്കെ വാപ്പമാര് ഓരോ കുടുംബത്തിലും ഒരു ആലിമിനെ, ഒരു ഉസ്താദിനെ, ഒരു മുത്തഅല്ലിമിനെ, ഒരു ഹാഫിദിനെ പഠിപ്പിക്കും. ഇന്നതൊക്കെ പോയി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖബറാളികൾ കൊതിക്കുമെന്ന ഒരു ഉസ്താദ് പള്ളിപ്പറമ്പിൽ ഇറങ്ങാൻ, ഒരു ഉസ്താദ് പള്ളിപ്പറമ്പിലേക്കൊന്ന് ഇറങ്ങി വരാൻ ഖബറാളികൾ പോലും ഉസ്താദിന്റെ ആലിമിങ്ങളുടെ ദുആ ചരിത്രത്തിൽ കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ചരിത്രത്തിൽ കാണാം. അവിടെ നിന്നിങ്ങനെ നോക്കുമ്പോ ഖുതൈബ് ഇബ്നു മുസ്ലിം റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിങ്ങനെ പോകുമ്പോ ഒരു ആലിമിനെ കണ്ടു. ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, ഒന്ന് ദുആ ചെയ്യ്. എല്ലാവരും സ്വഹാബികൾ എല്ലാവരും യുദ്ധത്തിന് പോകുമ്പോ ഒരു മഹാനെ കണ്ടപ്പം പറഞ്ഞു, ഒന്ന് ദുആ ചെയ്യാൻ. ദുആ ചെയ്തു. തിരിച്ചു എന്നിട്ട് പറയണേ, നമ്മൾ എന്തായാലും യുദ്ധത്തിൽ ജയിക്കും, നമ്മൾ എന്തായാലും യുദ്ധത്തിൽ ജയിക്കും. കാരണം മുഹമ്മദ് ഇബ്നുൽ വാസി റളിയല്ലാഹു തആല അൻഹു ഈ ഒരൊറ്റ പണ്ഡിതന്റെ ദുആ എന്റെ കൂടെ 1000 യോദ്ധാക്കൾ ഉള്ളതിനേക്കാളും ഒറ്റ ദുആ, ഈ മനുഷ്യന്റെ ദുആ മതി, നമ്മൾ ജയിക്കും, നമുക്ക് ഉറപ്പാ. അതായിരുന്നു ആലിമീങ്ങൾ. ആലിമീങ്ങളുടെ ദുആയിക്ക് ഇജാബത്തുണ്ട്, ഉസ്താദന്മാരുടെ ദുആയിക്ക് ഉത്തരമുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഇന്ന് കുറവ്. ഇന്ന് നാടുകളിൽ കാണാനില്ല. എവിടെ നോക്കിയാലും ഉസ്താദന്മാരുണ്ട്, എവിടെ നോക്കിയാലും ഉസ്താദന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരോട് പക്ഷേ പല ഉസ്താദന്മാർക്കും പഠിച്ചതങ്ങ് മറന്നുപോകും ചില സമയത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, ചില ഉസ്താദന്മാർക്ക് ഉള്ളത് പറയാൻ മടിയ. പള്ളിയിലെ സെക്രട്ടറി, പള്ളിയിലെ പ്രസിഡന്റ് ഇവനൊക്കെ ഏത് വൃത്തികേട് കാണിച്ചാലും പറയാൻ മടി. കാരണം എന്തേ? പറഞ്ഞാൽ വീട്ടിൽ പോകേണ്ട വരും. അത് തന്നെ. എടാ, ഏത് വൃത്തികേട്, പലിശ കച്ചവടക്കാരനാകട്ടെ, കള്ളു കുടിക്കുന്നവനാകട്ടെ, പള്ളിയും പട്ടവുമായി യാതൊരു ബന്ധമില്ലാത്തവനാകട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, പലതും പറയാൻ ഇന്നത്തെ ആലിമീങ്ങൾ ഭയക്കുന്നു. എല്ലാരെയും ഞാൻ ആക്ഷേപിക്കണില്ല, ഞാൻ ഉൾപ്പെടെ. പല ആലിമീങ്ങൾക്കും ഉള്ളത് തുറന്നു പറയാൻ വലിയ പേടിയാ. കാരണം എന്താ? ജോലി. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദന്മാരോടൊക്കെ പറയണത്, ഉസ്താദന്മാരോടൊക്കെ നിങ്ങൾ ആരെയാ ഭയക്കണേ? ചങ്ങാതി, അല്ല നിനക്ക് മരിക്കണ കാലം വരെ ഹലാലായ ഭക്ഷണം തരാന്ന് റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാ ഭയക്കണ? ഉള്ളത് പറയാൻ. ആലിമീങ്ങൾ അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി പലതും പറയാൻ മടിക്കുമ്പോ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ നമ്മളെ തേടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആലിമീങ്ങൾ, ഉസ്താദന്മാർ ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ലവൻ ഒരു ആലിമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരാ ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ലതാരാ? ഒരു ആലിം. ഏറ്റവും തലതിരിഞ്ഞതാരാ? പറഞ്ഞങ്ങാതി ആരാ? ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ലവനാരാ? ആലിം, ഒരു ഉസ്താദ്. ഏറ്റവും തലതിരിഞ്ഞതോ? അത് ഉസ്താദ് തന്നെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വീട് ഉദ്ഘാടനം ചെയ്യാനും കുറ്റിയടിക്കാനും പാലുകാച്ചിന് വിളിക്കാനൊക്കെ ഇതെല്ലാത്തിനും ഉസ്താദന്മാരുണ്ടിപ്പാ. ഇതൊക്കെ ചെയ്യാ ഉസ്താദന്മാരെ വിളിക്കും. ഇതുപോലെ നരകം കത്തിക്കാൻ വേണ്ടി അള്ളാഹു ആദ്യം എടുത്തു വെക്കണ വിറവും ഒരു ഉസ്താദിന്റെ ശരീരം തന്നെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരെ?
ഉസ്താദന്മാര് നമ്മുടെ കാര്യപ്പ, എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ പോലെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഴുതുദ്ഘാടനം ചെയ്യാനും ദുആ ചെയ്യാനും കട ഉദ്ഘാടനം ചെയ്യാനും വീടിന്റെ കട്ടില വെക്കാനും മാത്രമല്ല, നരകം കത്തിക്കുമ്പോൾ അള്ളാഹ് എടുത്തു വെക്കണത് ഒരു ആലിമിന്റെ ശരീരം തന്നെ. അതാണല്ലോ ചില ഉസ്താദന്മാരുടെയൊക്കെ പ്രസംഗം കേട്ടാൽ മുതുകുടിയും വരെ നന്നാവും. ഖബറും മരണവും നരകവും ഒക്കെ പറയണേട്ടോ അല്ലോ പേടിയില്ലേ അല്ലേ? ചില ആൾക്കാർ വഴുത് കേട്ട് നന്നാകും അത്രേ. നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഈ കള്ളുകുടിയൻ അള്ളാഹ് വിളിച്ചിട്ട് പറയണ്ട, നീ ഒരുപാട് അഹങ്കാരത്തോടൊക്കെ നടന്നെയാ. അള്ളാഹ് അങ്ങനെയൊക്കെ പഠിച്ചാൻ അറിയാം. അള്ളാഹ് കരുനാപ്പള്ളി ജീവിക്കുമ്പോ ഇത്തിരി പേവെള്ളമൊക്കെ അടിച്ചു പഠിച്ചാൻ അറിയാതല്ല. ശരി പോടാ, പോ കയറി സ്വർഗത്തിൽ പോടാ, നിനക്കെല്ലാം പുറത്തു നിൽക്കുന്ന കയറി പോടാ. അങ്ങനെ ഈ ചങ്ങാതി സ്വർഗത്തിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോ അള്ളാഹുവേ, ആ വഴുത് പറഞ്ഞ ഉസ്താദിനെ മലക്കുകൾ നരകത്തിലേക്ക് കൊണ്ടുപോവാ. ഇവൻ ആ ഉസ്താദിന്റെ വഴുത് കേട്ടിട്ട് നന്നായേ, ആ ഉസ്താദിനെ മലക്കുകൾ ഇങ്ങനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോ ഈ മനുഷ്യൻ ചിന്തിക്കും, അള്ളാഹ് ഈ മനുഷ്യന്റെ പ്രസംഗം കേട്ടിട്ട് നന്നായി, എനിക്ക് സ്വർഗം കിട്ടി, ഇയാൾ എന്തേപ്പ നരകത്തിൽ പോണം. അപ്പൊ ചോദിക്കും, എന്തേ ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ? അത് മൈക്ക് കിട്ടുമ്പോ പറയുന്ന സ്വഭാവം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, ചെയ്യാറില്ല എന്ന് പറഞ്ഞാ ചുമ്മാ ഇങ്ങനെ പറയാറേ ഉള്ളൂ, ജീവിതത്തിൽ ഞാനൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് അള്ളാഹു അങ്ങനെയുള്ളവരെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആലിമീങ്ങൾ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഒരു നാട്ടിലില്ലാതെ വന്നാൽ ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കണ്ണിന്റെ കാഴ്ച 5 കാര്യങ്ങൾ നോക്കിയാൽ കാഴ്ച നഷ്ടപ്പെടൂല, ഇബാദത്ത. 5 കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല എങ്കിലും ഞാൻ പറയാം. 5 കാര്യങ്ങൾ നോക്കിയാൽ കണ്ണിന് കാഴ്ച ശക്തി ഉണ്ടാകും, ഇബാദത്ത. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 1, പരിശുദ്ധമായ കഅബാലയത്തിൽ നോക്കിക്കൊണ്ടിരുന്നാൽ നോക്കുന്ന അത്രയും സമയം ഇബാദത്തിന്റെ കൂലി, കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടൂല. കഅബാലയത്തിൽ നോക്കിക്കൊണ്ടിരുന്ന അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പോയി കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. 2, പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുക, കണ്ണിന്റെ കാഴ്ചയും പോകൂല. അതാ പണ്ടുള്ള ഉമ്മമാര് മാസാമാസ ഹത്ത ഓതുന്ന ഏതുമ്മയ്ക്കായിരുന്ന കണ്ണാടി, ഏതുമ്മയ്ക്കായിരുന്ന കണ്ണാടി, ഖുർആൻ ഓത്. പണ്ടത്തെ ഉമ്മമാരെയൊക്കെ പോയി നോക്ക്, ഒരു കുഴപ്പമില്ല, ദൂര കാഴ്ച, എല്ലാ കാഴ്ചയും അവർക്കുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതിയാൽ കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടൂല, ഇബാദത്തിന്റെ കൂലി അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3, ഉമ്മാടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴും ഉമ്മച്ചിയുടെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഉമ്മാടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്ത്. കണ്ണിന്റെ കാഴ്ച ശക്തി, കണ്ണാടിയൊന്നും വേണ്ട. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 4, സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നോക്കണം. സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പ് സംസം വെള്ളത്തിൽ ഇങ്ങനെ നോക്കിയിട്ടേ കുടിക്കാവൂ. കാരണം എന്തേ? അതില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടൂല, കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടൂല. ഇബാദത്താണ് സംസം വെള്ളത്തിൽ നോക്കല്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 5, ആലിമീങ്ങളുടെ മുഖത്ത് നോക്കൽ. പണ്ഡിതന്മാർ, വലിയ വലിയ ആലിമീങ്ങൾ, മഹാന്മാരായ ഉസ്താദന്മാർ ഇപ്പൊ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പോയി. അള്ളാഹു ആലം പ്രശ്നെ, അള്ളാഹു ഹസ്രത്ത് അവർക്ക് ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. വല്ല ജാടയുണ്ടോപ്പാ? ആ സാധു പ്രശ്നം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഓരോ ഉസ്താദന്മാരൊക്കെ വരുമ്പോ എന്തൊക്കെയല്ലേ, ആ ചങ്ങാതി മിണ്ടാതെ ഇറങ്ങിപ്പോ അസ്സലാമു അലൈക്കും തലയിടുന്നതിലൂടെ കയറി പോവാ. അത് ആലിമ്, അതൊക്കെ ആലിമ്. എത്ര ശിഷ്യന്മാര് മന്നാനിയിലൊക്കെ എത്ര ഉസ്താദന്മാരെ പഠിപ്പിക്കുന്ന ഗുരുനാഥന. ഒന്നും ഇല്ലപ്പാ, വന്നു ബിസ്മില്ല, വന്ന് കയറി പ്രസംഗിച്ച് മിണ്ടാതെ ഇറങ്ങിപ്പോകാം. അതുപോലെയുള്ള ആലിമീങ്ങൾ, അവരുടെ മുഖത്ത് നോക്കുന്നത് പോലും ഇബാദത്താ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർ, അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഭൂമിയിൽ ദുരന്തമുണ്ടാകാനുള്ള 2ാമത്തെ കാരണം വആലിമുൻ അലാ സബീലിൽ ഹുദ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഇല്ലാതെ വന്നാൽ നാടുകളിൽ ദുരന്തമുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3 ഇൻഷാ അള്ളാഹ്, 4 എണ്ണത്തിൽ 2 ഒരെണ്ണം കൂടെ പറയാം. ഇരിക്കുമല്ലോ? ഇരിക്കും. അത് നിർത്തണം. എന്ത് വേണം? പറയണോ നിർത്തണോ? പറയണോന്നുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അള്ളാന്റെ റസൂല് പറയുകയാ, വനിസാഉഹും മസ്തൂറാത്ത്. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, വനിസാഉഹും മസ്തൂറാത്ത് യതബറജന തബറജൽ ജാഹിലിയത്തുൽ ഉലാ.
മൂന്നാമത്തെ കാരണം എന്തെന്നറിയുമോ? നമ്മുടെ സഹോദരിമാരുടെ ഇന്നത്തെ പ്രവർത്തനമാണ്, ഇന്നത്തെ മുസ്ലിം പെണ്ണുങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ സ്വഭാവം കണ്ടാൽ എല്ലാം ഇടിഞ്ഞു വീണെങ്കിൽ വീണില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. ഇന്നത്തെ പെണ്ണുങ്ങളുടെയൊക്കെ സ്വഭാവവും അവരുടെ നടത്തവും അവരുടെ പ്രവർത്തനവും കണ്ടാൽ അല്ലാഹു അലം ആകാശം തഴയെ വന്ന് വീഴുന്ന അവസ്ഥയെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് വിഷമമുണ്ടെങ്കിലും പറയേണ്ടത് പറയണമല്ലോ. എല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെല്ലാം ടിക്ടോക്കാ, അതന്നെ ടിക്ടോക്കിന്റെ പുറകിലെല്ലാം. പ്രായമുള്ളതും പ്രായമില്ലാത്തതും എല്ലാം ടിക്ടോക്കിന്റെ പുറകിൽ എന്തെല്ലാം കോമാളിത്തരങ്ങൾ കാണിക്കുന്നു, എന്തെല്ലാം കോമാളിത്തരങ്ങൾ കാണിക്കുന്നു. എന്റെ സഹോദരിമാരോട് ഞാൻ ചോദിക്കുന്നത്, പെങ്ങളെ, നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ, അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ദയവ് ചെയ്തിട്ട് ആ ഫർദ ഒന്ന് ഊരി വെച്ചിട്ട് ചെയ്യുക, അത്ര ഒരു കരുണെങ്കിലും കാണിക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഇന്നത്തെ പെണ്ണുങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഇരുണ്ട യുഗത്തിലെ പെണ്ണുങ്ങൾ പോലും തോറ്റുപോകുന്ന രീതിയിലാണ് ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ ഓരോ പ്രവർത്തനങ്ങൾ കാണുന്നത്. അല്ലാഹുവേ പടച്ചവനെ, ഇന്ന് എവിടെ നോക്കിയാലും ഫർദ് ധരിച്ചുകൊണ്ട് ഹിജാബ് ഇട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെമ്മക്കൾ ചെയ്യുന്ന ഓരോ പേക്കൂത്തുകൾ കണ്ടാ സഹിക്കാ കഴിയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, 15ഉം 20ഉം വയസ്സുള്ള ഒരു പെണ്ണ് ചെയ്താൽ പറയാൻ അവൾക്ക് പക്വതയില്ല. അവൾക്ക് അതാ പക്വതയില്ലാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ പ്രവർത്തിച്ചതെന്ന്. പക്ഷേ 30ഉം 35ഉം 40ഉം വയസ്സുള്ള കിളവിയായ ഉമ്മ, നിനക്കിനി എന്നാണ് പക്വതയെത്തുന്നത്? 35 തികഞ്ഞവള്, 3 മക്കളുടെ ഉമ്മയായ തന്റെ പൊന്നാര മകളെ കെട്ടിക്കാൻ പ്രായമായ തള്ള പോലും എന്ന് പടച്ചവര് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോ അല്ലാഹുവേ പടച്ചവനെ, ഇത് പറയാ പാടില്ല. പറയുന്ന ഉസ്താദിനെ പോലും ആക്ഷേപിക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നീ ധരിക്കുന്ന ഫർദയുണ്ടല്ലോ, അതൊരു മഹത്വമുള്ള വസ്ത്രമാണ്, അതൊരു പവിത്രതയുള്ള വസ്ത്രമാണ്. അത് ആയിഷ ബീവി ധരിച്ചതാണ്, അത് ഖദീജ ബീവി ധരിച്ചതാണ്. അല്ലാഹുവേ, ഒരുപാട് മഹദികളെ ധരിച്ച പുണ്യമായ വസ്ത്രമോ, അതും ധരിച്ചുകൊണ്ടെന്ന് കാണിക്കുന്ന ഒരുപാട് കോമാളിത്തരമുണ്ടല്ലോ. അല്ലാഹുവേ, എവിടെ നോക്കിയാൽ ബസ്സിനകത്ത് യാത്ര ചെയ്യാൻ കഴിയുന്നില്ലോ, റോഡിന്റെ ചാരത്ത് നിൽക്കാൻ കഴിയുന്നില്ലോ, ട്രെയിനിന്റെ അകത്ത് യാത്ര ചെയ്യാൻ കഴിയുന്നില്ലോ. എവിടെ നോക്കിയാലും തന്റെ കണ്ണിന്റെ മുന്നിൽ പ്രായം ചെന്ന ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, അല്ലാഹുവേ കൊച്ചുകുട്ടികളുണ്ട്, അല്ലെങ്കിൽ തന്റെ വയസ്സിന്റെ പ്രായമുള്ളവരുണ്ട്. എന്തിന് ഉസ്താദന്മാര് മുന്നിലിരുന്നാൽ നമ്മുടെ പെമ്മക്കൾക്ക് ഒരു കുഴപ്പവുമില്ല. മറ്റുള്ളവന്റെ മടിത്തട്ടിൽ തലവെച്ചിട്ട് മുസ്ലിമിന്റെ നെഞ്ചത്ത് ചാരിയിരുന്ന സെൽഫി എടുക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ. കണ്ടവന്റെ കയ്യിൽ പിടിച്ച് നടക്കുന്ന പെമ്മക്കളുടെ കാലവോ. ആരും കാണാതെ ഒരു മരച്ചുവട് കിട്ടിയാൽ, എവിടെയെങ്കിലും ഒരു മരത്തിന്റെ ചുവട് മതി, കിട്ടിയ അവസരം മുതലാക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ. ഞാൻ എല്ലാ പെണ്ണുങ്ങളെയും ആക്ഷേപിക്കുന്നില്ല, എല്ലാവരും മോശക്കാരാണെന്ന് പറയുന്നില്ല. പക്ഷേ ചില പെണ്ണുങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിന് വല്ലാത്ത ധൈര്യവാ. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അമുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ തയ്യാറാകില്ല. അമുസ്ലിമീങ്ങളായ മറ്റുള്ളവർക്ക് അഭിമാനമുണ്ട്. പക്ഷേ നമ്മുടെ സമുദായത്തിലെ പെമ്മക്കളുണ്ടല്ലോ, അല്ലാഹുവേ, എന്തൊരു ധൈര്യമെന്നറിയോ. നാട്ടുകാര് കണ്ടാലെന്താ, പള്ളിയിലെ ഖതീബ് കണ്ടാലെന്താ, നാട്ടിലെ കാരണവന്മാര് കണ്ടാലെന്താ, ഒരു കുഴപ്പവുമില്ലാതെ ഇന്ന് ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കാലവോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിങ്ങളെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടി പൊന്നുമോള്. എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തീർന്നു പോയ കാഴ്ച കണ്ടതല്ലോ. എന്തിനായി അഹങ്കരിക്കുന്നത്?
പണത്തിന്റെ അഹങ്കാരം കാണിക്കുന്നവരുണ്ടല്ലോ, പണക്കൊടുപ്പ് കാണിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിലമ്പൂരിന്റെ പരിസര പ്രദേശങ്ങള് എല്ലാം ഒറ്റയടിക്ക് പോയത് കണ്ടതല്ലേ പൊന്നുമോളെ? എത്രയോ കോടീശ്വരന്മാര് 2 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു വാർത്ത കണ്ടു. 70 ലക്ഷത്തിന്റെ വീട്, 40 ലക്ഷത്തിന്റെ കാറ്, എത്രയോ ബൈക്കുകള് എല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒന്നുമില്ലാത്തവനെ പോലെ ഇട്ടിരുന്ന വസ്ത്രവുമായിരിക്കുന്ന രംഗം ഞാനും നിങ്ങളും കണ്ടവരാ. എല്ലാം എവിടെ പോയി? പടച്ചവനെ അഹങ്കാരം കൂടുമ്പോ തന്ന റബ്ബിനെല്ലാം മാറ്റാൻ കഴിവുണ്ടെന്ന് മറന്നു പോകരുത്. ഇതുപോലെയുള്ള ദുരന്തം വരുമ്പോ എല്ലാവരെയും ഒരുമിച്ചാണ് ബാധിക്കുന്നത്. അല്ലാഹുവേ, കഴിക്കാ ഭക്ഷണമില്ലോ, ധരിക്കാ വസ്ത്രമില്ലോ, ഉണ്ടായിരുന്ന വീടിരുന്ന സ്ഥലം പോലും കാണാനില്ലാതെ തന്റെ കുടുംബത്തിലെ മരണപ്പെട്ടു പോയവരുടെ മയ്യത്ത് പോലും കിട്ടാത്ത അവസ്ഥയില് അല്ലാഹുവേ, നിലമ്പൂരിന്റെ പരിസരത്തെ പാവപ്പെട്ട നമ്മുടെ കൂടപ്പറപ്പുകൾ കണ്ണീരിലോ. അല്ലാഹുവേ, നീ അവർക്ക് സമാധാനം നൽകണേ അല്ലാ, അവരെ നീ സഹായിക്കണേ അല്ലാ, അവർക്ക് എന്തെങ്കിലും ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ലാ. പഠിച്ചവരെ, ഇത്രയൊക്കെ കണ്ടാലും നമ്മുടെ സമുദായം പഠിക്കാതെ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 വിഭാഗം പെണ്ണുങ്ങളെ അല്ലാഹു ശപിച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 3 വിഭാഗം പെണ്ണുങ്ങളെ പടച്ചവനെ ശപിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരോ, അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരോ, അല്ലാഹുവിന്റെ ശാപവും പേറി നടക്കുന്നവരാ. അല്ലാഹു ശപിച്ചവനാണ് ഇബ്ലീസ്. അവന്റെ അവസ്ഥ നിനക്കറിയുമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട്, ഭർത്താക്കന്മാരോട്, കൂടപ്പിറപ്പുകളോട്, നിന്റെ വീട്ടിൽ ഇങ്ങനത്തെ 3 പെണ്ണുങ്ങളുണ്ടോ? നിന്റെ ഭാര്യ, നിന്റെ പൊന്നു പെങ്ങള്, നിന്റെ ഉമ്മ, നിന്റെ സഹോദരി, ഈ 3 വിഭാഗം പെണ്ണുങ്ങൾ നിന്റെ വീട്ടിലുണ്ടോ? അവിടെ അള്ളാന്റെ സഹായമില്ല, അവിടെ റഹ്മത്തിന്റെ മലക്ക് വരൂല, അവിടെ സന്തോഷമില്ല, അവിടെ കിട്ടിയാ തികയൂല. കാരണം അല്ലാഹു ശപിച്ച ഒരുത്തി അവിടെയുണ്ട്. അല്ലാഹു ശപിച്ച ഒരു പെണ്ണ് നിന്റെ വീടിന്റെ അകത്തുണ്ട്. മുത്തുനബി പറയുകയാ, 3 വിഭാഗം പെണ്ണുങ്ങളെ അല്ലാഹു ശപിച്ചവരാണ്. ആരാണെന്നറിയുമോ? വേലകൾക്കാട് ഈ സദസ്സിലേക്ക് കടന്നു വന്ന പെങ്ങന്മാരെ, അല്ലാഹു ശപിച്ചവളാണോ നീ? അല്ലാഹു ശപിച്ചവളാണോ നീ? മുത്തുനബി എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ശാപം കിട്ടിയ 1ാമത്തെ പെണ്ണാരാ? അവളുടെ ശരീരത്തിൽ പച്ച കുത്തുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ശരീരത്ത് പച്ച കുത്തുന്നവരുണ്ടല്ലോ, ശരീരത്ത് പച്ച കുത്തുന്നവരുണ്ടല്ലോ. ചെറുപ്പക്കാർക്ക് അതൊരു ഹോബിയാണ്. ശരീരത്തിൽ ഇങ്ങനെ പച്ച കുത്തികെട്ട് നടക്കുന്നതൊരു ഹോബിയാ. ഇന്ന് ആ ട്രെൻഡ് പെണ്ണുങ്ങളെയും പിടിപെട്ടിരിക്കുകയാണ്. ഇന്ന് പെണ്ണുങ്ങളുടെ ശരീരത്തും അല്ലാഹുവേ, പറയാ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ശരീരത്തിലെ പച്ച കുത്തികെട്ട് നടക്കുമ്പോ, നീ അല്ലാഹു ശപിച്ചവളോ? നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളോ? നീ ആ ശാപം ചുമന്നുകൊണ്ട് നടക്കുന്നവളോ? ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാർ, ഉറങ്ങല്ലേ വാപ്പോ, ഉണർന്നിരുന്നു കേൾക്ക്. എന്തേ നീ നേരെയാകാത്തത്? കിട്ടിയാ തികയാത്തത്? നിന്റെ വീട്ടിൽ സമാധാനമില്ലാത്തത്? കച്ചവടം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നത് കാരണം എന്തെന്നറിയുമോ? അല്ലാഹു ശപിച്ച ഒരു പെണ്ണ് നിന്റെ വീട്ടിലുണ്ട്. അല്ലാഹു ശപിച്ച ഒരു പെണ്ണ് നിന്റെ വീട്ടിലുണ്ട്. 2ാമത്തെ പെണ്ണാരാ? സൗന്ദര്യമുണ്ടാകുന്നതിന് വേണ്ടി, സൗന്ദര്യവർദ്ധനവിന് വേണ്ടി തന്റെ പിരിയത്തിലെ മുടി പിഴുത് കളയുന്ന ഉമ്മ.
എന്റെ പെങ്ങന്മാരുടെ മുഖത്ത് നോക്ക്. ചെറുപ്പക്കാരാ, വീട്ടിൽ ചെന്നിട്ട് 40 തികഞ്ഞ നിന്റെ ഉമ്മയുണ്ടല്ലോ, നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ സഹോദരിമാരുണ്ടല്ലോ, അവരുടെ മുഖത്ത് നോക്കടാ ചെറുപ്പക്കാരാ. പടച്ചവനെ, ഇന്ന് പെണ്ണുങ്ങളുണ്ടല്ലോ, അതാ പിരിയത്തില് ബ്യൂട്ടി പാർലറിൽ കിടന്നു നിന്നിട്ട് തന്റെ അതാ പിരിയത്തിലെ മുടിയങ്ങ് പറിച്ചു കളയുകയാണ് എല്ലാ ഗ്ലാമറിന് വേണ്ടി. പെങ്ങളെ, നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളോ? പറ, അല്ലാഹു ശപിച്ചവള് നിന്റെ വീട്ടിലുണ്ടെങ്കിൽ സമാധാനം കിട്ടുമോ? അവളുടെ സന്തോഷമുണ്ടാകൂ, അവളുടെ റഹ്മത്തിന്റെ മലക്ക് വരുമോ? നിന്റെ ജീവിതത്തിൽ എങ്ങനാ ബർക്കത്തുണ്ടാവുക? അതുകൊണ്ട് എന്റെ പെങ്ങളെ കരഞ്ഞു, ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തോ. മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? മുടി കറുപ്പിക്കുന്ന പെണ്ണാ. മുടി കറുപ്പിക്കുന്നവരുണ്ടല്ലോ, പ്രായം മറയ്ക്കാൻ കഷ്ടപ്പെടുന്ന പെങ്ങള്. ഭർത്താവിന്റെ മുന്നിലല്ലോ നരച്ചുപോയ മുടിയുടെ മുകളിലൂടെ കറുത്ത പെയിന്റ് അടിച്ചിട്ട് പ്രായം മറക്കുന്ന ഉപ്പയും ഉമ്മയും കേട്ടോ, നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, മൈലാഞ്ചി തേക്കാം. പെയിന്റ് അടിക്കുന്നത് എന്തിനാ? പെയിന്റ് അടിക്കുന്നത് നിനക്ക് മൈലാഞ്ചി എന്ത് മനോഹരമെന്നറിയോ? ചില ആൾക്കാരുടെ താടിയിലും തലയിലും മൈലാഞ്ചി ഇട്ടിരിക്കുന്നത് കണ്ടാൽ കാണാൻ എന്ത് മനോഹരമെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിടുമായിരുന്നല്ലോ, സുന്നത്തായിരുന്നല്ലോ. നബി അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, മൈലാഞ്ചി ഇടാത്ത ഭാര്യ നബിക്ക് ഇഷ്ടമല്ല. മൈലാഞ്ചി ഇടാതെ മണിയറയിൽ വരുന്ന ഭാര്യയെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ പെണ്ണുപിള്ളമാർ എത്ര പേര് മൈലാഞ്ചി ഇടും? ഈ കണ്ണെഴുതാതെ സുറുമ എഴുതാതെ മണിയറയിലേക്ക് വരുന്ന ഭാര്യയെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഇന്ന് എന്തിനാ മൈലാഞ്ചിയിട്? അതാ നല്ല മനോഹരമായിട്ട് ഭർത്താവിന്റെ താടിയിൽ ഒരു മുടി നരച്ചിക്ക, നല്ല ഗ്ലാമർ ആയിട്ടുണ്ട്, എന്ത് രസം, ഇത്തിരി മൈലാഞ്ചി, അല്ലാതെ പിടിത് കളയാനല്ല, പ്രായം മറയ്ക്കുന്നതിന് വേണ്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, പെയിന്റ് അടിക്കുന്നവരോർത്തോ, നീ നേരെയാകൂല, നീ ഉള്ള സ്ഥലത്ത് റബ്ബിന്റെ സഹായവുമില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് പോയിട്ട് പെണ്ണുമ്പിള്ളയുടെ നെറ്റി നോക്കണം കേട്ടാ, ഭാര്യയുടെ മുഖത്തി പിരിയത്തി നോക്കണം. നല്ല വടിച്ചു വെച്ചിട്ടുണ്ടാകും. ചുമ്മാതല്ല നീ നേരെയാകാത്തത്. നിന്റെ വീട്ടിൽ നിന്റെ കച്ചവടം, നിന്റെ സർവ്വതും കൊത്തുവാളയെടുക്കാനുള്ള കാരണം അള്ളാഹു ശപിച്ച ഒരെണ്ണം നിന്റെ വീടിന്റെ അകത്തുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉണ്ടെങ്കിൽ പറ, ഇന്ന് രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് റബ്ബിനോട് പശ്ചാത്തപിക്കാൻ. അങ്ങനെ ഒരു മകളോ കൂടെ പുറപ്പോ ഭാര്യയോ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അള്ളാന്റെ മുന്നിൽ പറഞ്ഞിട്ട് ആ ശാപം മാറ്റിക്കോ, ഇല്ലെങ്കിൽ നിന്റെ കാര്യം തീരുമാനമായി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, ഒരുപാട് പേർ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് പഠിക്കണം. എത്രയോ മഹദിമാർ, ഐഷ ബീബിയും ഖദീജ ബീബിയും ഫാത്തിമ ബീബി, ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ എടുത്തങ്ങിട്ട് വായിക്കും. എത്രയോ മഹ്ദിമാരുടെ ചരിത്രങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും വനിതയും മംഗളമൊക്കെ അതിനകത്ത് വരുന്ന ഒരുത്തിയെ കണ്ടിട്ട് അതുപോലെ ആകാൻ ഈ ഉമ്മ എന്തിനാ കിടന്ന് ഓടണേ? ഉമ്മായിക്കുള്ളതല്ലേ ഉള്ളൂ. ഉമ്മായിക്ക് അള്ള കൊടുത്ത സൗന്ദര്യമുള്ള കാക്ക കുളിച്ച കൊക്കാവോ മനുഷ്യന്മാരെ? ആവോ ചങ്ങായിമാരെ? കാക്ക കുളിച്ച കൊക്കാവൂല. അള്ള നിനക്ക് തന്നതല്ലേ ഉള്ളൂ. നീ എന്തിനാ കൂട്ടാൻ നിക്കണേ? കൂട്ടാൻ നിൽക്കുമ്പോഴല്ലേ വെളുക്കാൻ തെച്ചത് പാണ്ടാവണത്. അവനവനെ കൊണ്ട്, ഞാൻ പഠിക്കണ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരാൾ വന്നിട്ട് ഒരു സാധനം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് തേച്ചാ ഗ്ലാമർ കൂടും. അപ്പൊ ആദ്യം ഒരു കുട്ടി വാങ്ങി, അവൻ വാങ്ങിച്ച് തേച്ചപ്പത്തേക്ക് ചെറിയ വെളുപ്പ്. ഇത് കണ്ടപ്പോ എല്ലാരും വാങ്ങി. കുറച്ചു ദിവസം കഴിയുമ്പോ എല്ലാത്തിന്റെ മുഖം അങ്ങോട്ട് പൊട്ടാൻ തുടങ്ങി. അപ്പൊ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത. എന്തിനാ സഹോദരങ്ങളെ? എത്രയോ അള്ളാഹു തന്നിരിക്കുന്ന ഈ ഗ്ലാമർ ഉണ്ടല്ലോ, ഇത് നാട്ടുകാരെ കാണിക്കാനുള്ളതാ? സിറാജിന്റെ ഗ്ലാമർ നാട്ടുകാരെ കാണിക്കാനുള്ളതല്ല, എന്റെ ഭാര്യയ്ക്ക് കാണിക്കാനുള്ളതാ. എന്റെ ഭാര്യയുടെ ഗ്ലാമർ നാട്ടുകാർക്കല്ലത്, എനിക്ക് കാണിക്കാനുള്ളതാ. അല്ല, ഇതെങ്ങനെ നേരെ തിരിച്ച് നാട്ടുകാരെ കാണിക്കും, പാവപ്പെട്ടവനെ ഒന്നും കാണിക്കൂല. ഇതാ ഇന്നത്തെ പെണ്ണുങ്ങളുടെ അവസ്ഥ. നാട്ടുകാർക്ക് മുഴുവനും പ്രദർശനം, അകത്ത് അള്ളാഹുവെ ദിക്റും ദുആയും മാത്രം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാ. എന്റെ സഹോദരിമാർക്ക് വേണ്ടി പഠിക്കാൻ ഒരു പെണ്ണിനെ ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ബക്കറ്റ് പിരിവുണ്ടോ? ബക്കറ്റ് പിരിവുണ്ടോ? ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടോപ്പാ?
ഇന്ന് ബക്കറ്റൊന്നും ഇല്ലായിരിക്കും, ചിലപ്പോൾ നാളെ ആയിരിക്കില്ല. ഓ അതവിടെ ഇരിക്കട്ടെ, വെറുതെ എന്തിനാ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണേ അല്ലേ? ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ ഒന്നെടുത്തോ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവരും വീടിന്റെ അകത്ത് ഈ കടലിൽ നിന്ന് വെള്ളം കയറ്റി നിന്റെ വീടിന്റെ അകത്ത് കൊണ്ടുവരാൻ അള്ളാഹിക്ക് കഴിയും കേട്ടാ. ഈ സദക്കയ്ക്ക് കഴിയാ തട്ടിമാറ്റാ ഒരു സദക്ക കൊടുക്ക, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹുവേ പടച്ചവനെ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നു, കരുണക്കടലായ തമ്പുരാനെ, എല്ലാ ദുരിതങ്ങളെ തൊട്ടും നീ വരെ കാത്തിരക്ഷിക്കണയല്ലോ. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുത്തോ. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. കരുണക്കടലായ അല്ലാഹ്, ആരെല്ലാം പടച്ചവനെ ഒരു നല്ല നിയത്തോടെ സദക്ക കൊടുക്കുന്നു, ഇവരുടെ ദുനിയാവ് ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇവരുടെ മനസ്സിന്റെ ഉള്ളിലെ ഹലാലായ മുറാദുകൾ നീ സാധിച്ചു കൊടുക്കണേ അല്ലാ. ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് ഇവരെയും ഇവരുടെ കുടുംബത്തെയും നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അതുകൊണ്ട് പതിരാത്രി കിടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് പഠിക്കാനൊരു മഹദിയുടെ ചരിത്രം പറയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, ദഖൽതുൽ ജന്ന ഫസമിഅത് ഖശഫതൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, പാലിരിപ്പികളും തേനിരിപ്പികളും ഒഴുകുന്ന അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിലൂടെ മുത്തുനബി നടന്നു പോകുമ്പോ റസൂലുള്ളാഹിയുടെ മുന്നിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ്. മുത്തുനബിയാണ് സ്വർഗ്ഗം തുറക്കുന്നത്. ആ പ്രവാചകൻ സ്വർഗ്ഗത്തിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ പ്രവാചകനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടൊരു പെണ്ണിങ്ങനെ കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമായി. അല്ലാഹുവിന്റെ റസൂൽ ഫഖുൽതു മൻ ഹൗലാഇ ഹാദിഹി റുമൈസാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിൽ നിൽക്കുമ്പോ മുത്തുനബിയുടെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ കാണുകയാണ്. ആരാണെന്ന് തിരിച്ചറിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന മലക്കുകള്, ആരാ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ആ പെണ്ണാരാ? യാ റസൂലല്ലാഹ് ഹാദിഹി റുമൈസാ. അത് റുമൈസയാണ് നബിയേ, അത് റുമൈസയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആരാ റുമൈസ എന്നറിയുമോ? ഉമ്മു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ സ്വർഗ്ഗത്തിലെ മുത്തുനബിയുടെ മുന്നിലൂടെ നടന്നു പോവുകയാണ്. കാരണം എന്തെന്നറിയോ? ഇന്നത്തെ പെണ്ണുങ്ങൾ പഠിക്കാൻ പറയുകയാണ്. ഇന്നത്തെ പെണ്ണുങ്ങൾ പഠിക്കാൻ പറയുകയാ. മുത്തുനബിയുടെ മുന്നിലൂടെ നടന്നു പോകാൻ, മുത്തുനബിയെക്കാളും മുമ്പ് സ്വർഗ്ഗത്തിലൂടെ ഓടിപ്പോകാൻ അല്ലാഹുവേ ഈ പെണ്ണിന് ഭാഗ്യം കിട്ടാനുള്ള കാരണം എന്താ? അല്ലാഹുവേ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ ദീനിനോട് വല്ലാത്ത മഹബ്ബത്താ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ ആരും അറിയാതെ മുസ്ലിമാവുകയാണ്. അവളെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നിട്ടതാ തന്റെ വീട്ടിലേക്ക് അനസ് എന്ന് പറയുന്ന പൊന്നുമകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോ മാലിക്കുന്ന ഭർത്താവ് പറയുന്ന ഉമ്മു സുലൈം, എന്നെ നിനക്ക് വേണോ? പുതിയ മതം നിനക്ക് വേണോ? ഏതെങ്കിലും ഒന്നേ പറ്റൂ. നിനക്ക് പുതിയ മതമാണോ വേണ്ടത്, എന്നെയാണോ വേണ്ടത്? ഭർത്താവാണ് ചോദിക്കുന്നത്. ഉമ്മു സുലൈം എന്ന് പറയുന്ന പെണ്ണിന് പറയാനൊരു മറുപടിയേ
ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വേണ്ടത്, എനിക്ക് പടച്ച റബ്ബിനെയാണ് വേണ്ടത്. അതുപോലെ നിങ്ങളെയും എനിക്ക് വേണം. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ ദീൻ കളഞ്ഞിട്ട് കണ്ടവന്റെ കൂടെ ഓടുന്ന കാലവാ. ഇന്നത്തെ പെണ്ണിന് ദീൻ വേണ്ടോ, അവൾക്ക് കാമുകന മതി. ഇന്നലെ കണ്ടവന് വേണ്ടി 18 കൊല്ലം പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്തവള്, അല്ലാഹുവിനെ ചവിട്ടി തേച്ചിട്ട് ഇറങ്ങി പോകുന്ന പെമ്മക്കള്. മുസ്ലിം റളിയല്ലാഹു തആല അൻഹയോട് തന്റെ ഭർത്താവ് പറയുന്നു, മാലിക് പറയുന്നു, മുസ്ലിം നീ പുതിയ മതങ്ങളോ ഇസ്ലാം മതങ്ങളോ എങ്കിലേ എന്റെ കൂടെ നിനക്ക് ജീവിക്കാൻ പറ്റൂ. പറ്റില്ല എന്ന് പറയുമ്പോ തന്റെ ചെറിയ മകനായ അനസിനെയും കയ്യിൽ കൊടുത്തിട്ട് മാലിക് എന്ന ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. സുലൈമിന് എന്ത് ചെയ്യണമെന്നറിയില്ലോ. അതാ മിണ്ടാതെ വീടിന്റെ അകത്ത് നിന്ന് കരയുകയാണ്. അതാ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. പഠിച്ചവരെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇറങ്ങിപ്പോയി. സുലൈം റളിയല്ലാഹു തആല തന്റെ പൊന്നാര മകനെ കഷ്ടപ്പെട്ട് വളർത്തുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് തന്റെ പൊന്നുമോനെ വളർത്തുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. അതാ ഒരു ദിവസം നോക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു അല്ലാഹുവിന്റെ പ്രവാചകനതാ തന്റെ നാട്ടിലേക്ക് ഹിജ്റ ചെയ്ത് കടന്നു വന്നു. മുത്തുനബി വന്നെന്ന് കേൾക്കുമ്പോ എല്ലാവരും ഓടുകയാണ്. ലോകത്തിന്റെ നേതാവിനെ ആദ്യമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി സമ്മാന പൊതികളുമായി മുത്തുനബിയുടെ ചാരത്ത് കടന്നു ചെന്നിട്ട് എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിന് സമ്മാനം കൊടുത്തുകൊണ്ട് പ്രവാചകന് മുന്നിലേക്ക് കടന്നു ചെന്നു. മുസ്ലിം റളിയല്ലാഹു തആല വീടിന്റെ അകത്തിരുന്ന് കരയുന്നു. മുത്തുനബി ആദ്യമായിട്ട് കാണുകയോ അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ സ്നേഹിച്ച മഹദിയോ, മുത്തുനബിയെ കാണാൻ കൊതിച്ച മഹദിയോ. പക്ഷേ മുത്തുനബിയുടെ കയ്യിൽ കൊടുക്കാൻ ഒരു സമ്മാനമില്ല, കൊടുക്കാൻ തന്റെ കയ്യിലൊന്നുമില്ല. കാരണം പാവപ്പെട്ടവളാണ്. അവസാനം തന്റെ വീടിന്റെ അകത്തിരുന്ന് കരയുമ്പോ 11 വയസ്സുള്ള മകൻ ചോദിക്കുന്നു, ഉമ്മ എന്തിനാണുമ്മ കരയുന്നത്? ഒന്നും പറയാതെ തന്റെ പൊന്നുമകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു പോവുകയാണ്. തന്റെ പൊന്നമകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു പോവുകയാ. മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു തന്നു. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ എനിക്കങ്ങയെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, കാണണമെന്നൊരുപാട് ആഗ്രഹിച്ചതാ നബിയേ. എല്ലാരും അങ്ങയുടെ കയ്യിലേക്ക് സമ്മാനം തരുന്നു. ഈ പാവപ്പെട്ട ഉമ്മു സുലൈമിന്റെ കയ്യിലൊന്നുമില്ല നബിയേ, ഞാൻ പാവപ്പെട്ടവളാ നബിയേ, എന്റെ കയ്യിലൊന്നും തരാറില്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് വേണം അങ്ങക്ക് തരാ. എനിക്ക് ലോകത്തെ ഏറ്റവും വലിയ ഇഷ്ടം അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയുമോ. എനിക്ക് അല്ലാഹും റസൂലും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ പൊന്നുമോൻ അനസിനെയാണ് നബിയേ. 11 വയസ്സുള്ള പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ഉമ്മ സുലൈം റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊടുക്കുകയാ. ഈ എടുത്തോ നബിയേ. 9 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയിട്ട് പോലും കഷ്ടപ്പെട്ട് വളർത്തിയ തന്റെ പൊന്നുമോനെ മുത്തുനബിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ ഉമ്മ പറയുന്നു, യാ റസൂലല്ലാഹ്, തരാൻ ഇതിനേക്കാളും വലിയ ഒരു സമ്മാനമില്ല. കൂടെ കൊണ്ട് നടന്നോ നബിയേ, ചെരുപ്പെടുത്ത് തരാറ്, വെള്ളമെടുത്ത് തരാറ്, അങ്ങക്ക് ഖിദ്മത്ത് ചെയ്യാറ് എന്റെ അനസിനെ എടുത്തോ നബിയേ. തന്റെ
പൊന്നാര മകനെ മുത്തുനബിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ ഉമ്മ പറഞ്ഞതെന്നറിയുമോ? മോനെ അനസ്, നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ച് കാണുമ്പോ ഉമ്മാനെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ അനസ്. അല്ലാഹുവേ അവിടെന്ന് പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ ആറുമൈസാ ബീവി കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ കിടക്കുന്നത് പോയിട്ട്, ആ സ്വർഗമെന്ന് കാണുന്നത് പോയിട്ട്, ആ സ്വർഗമെന്ന് ചോദിക്കുന്നത് പോയിട്ട്, ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വടിദൂരം വരെ അടിച്ചു വീശുമെന്നാണ്. ആ 500 വർഷത്തെ വടിദൂരം വരെ അടിച്ചു വീശുന്ന ആ സ്വർഗത്തിന്റെ പരിമളമൊന്ന് ശ്വസിക്കാൻ അർഹതയുണ്ടോ പെങ്ങളേ? അർഹതയുണ്ടോ ഉമ്മ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാറുള്ളത്, കുറെ ആയില്ലേ, വയസ്സ് കുറെ ആയില്ലേ, ഒരുപാട് അടിച്ചു പൊളിച്ചില്ലേ, ഒരുപാട് ആഘോഷിച്ചില്ലേ, ഇനിയെങ്കിലും നിനക്കൊന്ന് നിർത്തിക്കൂടൂ, ഇനിയെങ്കിലും നിനക്കൊന്ന് നേരെയായിക്കൂടൂ, ഇനിയെങ്കിലും നിനക്കൊന്ന് തൗബ ചെയ്തുകൂടൂ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. തുഅമ്മിലു ഫിദ്ദുനിയാ തമീലൻ വലാ തദ്രീ ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ നാശ ദഹ്റൻ ലാ ദഹ്രി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, രാത്രി അതാ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടാ? പള്ളിപ്പറമ്പിലല്ലേ? ഉമ്മയുടെ കൂടെ മണിയറവിലേക്ക് കടന്നു പോയാ, രാത്രി വാപ്പയുടെ കൂടെ കിടക്കാൻ പോയാ നിന്റെ ഉമ്മയും നാരടി മണ്ണിന്റെ അകത്തല്ലോ. എന്തേ രാവിലെ എഴുന്നേറ്റവന് രാത്രി തികയ്ക്കുന്നില്ലോ? രാത്രി കിടന്നവള് രാവിലെ എഴുന്നേക്കുന്നുമില്ലോ? ഒരു രോഗമില്ലാത്തവർ മരിക്കുന്ന കാലമോ? ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടില് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ 17 വയസ്സുള്ള പെങ്ങളാ, 17 വയസ്സുള്ള കൂടപ്പിറപ്പ് അല്ലാഹുവേ അറഫയിടന്ന് പടച്ച റബ്ബിന്റെ വിധിക്കുത്തരം നൽകി പോകുമ്പോ ആ പറയുമ്പോഴും ആ ചെറുപ്പക്കാരന്റെ മുഖത്തൊരു ചെറിയ പ്രകാശമോ. കാരണമെന്തെന്നറിയോ? കൂടപ്പിറപ്പ് പോയത് അറഫയുടെ ദിവസമോ. എന്തൊരു മരണവാ, എന്തൊരു മരണവാ! അറഫയുടെ ദിവസത്തിൽ മരിക്കാ ഭാഗ്യം കിട്ടിയ പൊന്നുമോളോ, അല്ലാഹു അവിടുത്തെ കബറിടം വിശാലമാക്കട്ടെ, ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് നീയും പോയി കണ്ടവളല്ലേ 17 വയസ്സുള്ളവരെ പോകുമ്പോ എന്റെ നീയും മനസ്സിലാക്കാത്തത്, നീയും എപ്പോഴേ പോകാൻ ഒരുങ്ങിയിരിക്കുന്നവളാണെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് സമയം കിട്ടുമ്പോ ആരും കാണാതെ ഒറ്റയ്ക്ക് സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണമല്ലാ, പൊറുക്കന്റെ പാപം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാകൂ എന്നെ. ചെയ്തു പോയത് മുടങ്ങാതെ ഓരോ നാൾ പടച്ച റബ്ബിന്റെ മുന്നിലേറ്റ് പറഞ്ഞിട്ട് പറയണം, നാഥാ നിന്നെക്കാലം പൊറുക്കുന്ന ഒരാൾ ഈ ദുനിയാവിലില്ല. എന്റെ കണ്ണ് നിറയുന്നത് നിനക്കിഷ്ടമല്ലല്ലോ റബ്ബേ, പൊറുത്തു താ അല്ലാ, പൊറുത്തു താ അല്ലാ, കഴുകി ശുദ്ധമാക്കിക്കോ, തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങിക്കോ. ഇല്ല
ഇല്ലെങ്കിൽ ഭൂമിയിലെ ദുരന്തമുണ്ടാകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ